ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഒരു പുട്ട് ഉണ്ടാക്കാൻ പോണേണ്. ഗോതമ്പ് പൊടി വെച്ച് എനിക്ക് മാത്രം മതി, അവർക്കൊക്കെ പുട്ടൊക്കെ അരിയുടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാമെന്ന് ഓർത്ത് അതിനുവേണ്ടി കുറച്ച് ഗോതമ്പ് പൊടി ഒരു കപ്പിൻ്റെ അകത്ത് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് ഒരു ബൗളിൻ്റെ അകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇട്ട് പിന്നെ എന്തെങ്കിലും ഓയിലെന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാ ഒലിവ് ഓയിലാ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഏതെങ്കിലും ഒഴിച്ച് വെച്ചും നന്നായിട്ടും ഈ ഗോതമ്പ് പൊടിയും ഈ മുട്ടയും കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒഴിച്ചെടുക്കുക. പക്ഷേ നൈസ് ആയതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് തന്നെ പൊട്ടിപ്പോയി. പിന്നെ ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണം വെളിച്ചെണ്ണ, എന്നാലും നന്നായിട്ട് കുമളച്ച് വരും. ഇത് ചപ്പാത്തി കുമളക്കണ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഞാനിവിടെ വെച്ച് പിള്ളേർക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ മുട്ടയുടെ സ്വാദുള്ളതുകൊണ്ട് അവർക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ, ഉണ്ടാക്കി